ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതിങ്ങനെ മടക്കി വെച്ച പാടല്ല, ഇതിങ്ങനെ നിർത്തുക. യുവത്തിന് ശേഷം ഇതിൻ്റെ ഒരു വശം എടുക്കുക. ഒരു വശം എടുത്തിട്ട് ഇത് ഫ്രണ്ട് വശത്തേക്കുള്ളൊരു ഭാഗം ഞാൻ എടുത്തു. അതിന് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗം ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇത് ഒപ്പം പിടിക്കണം കേട്ടോ. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുക, 1/2 ഇഞ്ച് ഒഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷേപ്പുള്ള ഭാഗമൊക്കെ അതേ ഷേപ്പിൽ തന്നെ അടിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് അടിക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ നമ്മൾ 2 ഇഞ്ച് 3 ഇഞ്ച് ഇതിന് ഇട്ടിരുന്നല്ലോ അരവണ്ണത്തിന്. അത് കൂടാതെ നമ്മൾ ഈ അരവണ്ണം മടക്കി തയ്ക്കണീൻ്റെ അതല്ലാത്ത അവിടുന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തുക. ഈ 3.5 ഇഞ്ച് ഇവിടെ വരെ നമ്മൾ ഈ സ്റ്റിച്ചിങ് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ വരെ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട, അത് നമുക്കിവിടെ മടക്കി തയ്ക്കാനുള്ളതാണ്. ഇതിവിടെ കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് വേണമെന്നാ, നമ്മൾ ഇങ്ങനെയല്ലേ ഇതുവരെ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇത് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു മടക്കെടുക്കുക, 1/4 ഇഞ്ച്, പിന്നെ 1.25 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക, മടക്കി തേക്കട്ടെ. ഇവിടെ അരിഭാഗം സൈഡ് ഭാഗം അതുപോലെ തന്നെ ഇതൊക്കെ നല്ല വശത്തു നിന്ന് ചീത്ത വശത്ത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പൊളിയും നമുക്ക് മടക്കി തയ്ക്കുക. ഇനി അതുപോലെ തന്നെ മറ്റേ വശം ഫുള്ളായിട്ട് ഇവിടെ നമുക്ക് ഓപ്പണൊന്നും വേണ്ട, അത് ബാക്ക് വശമാണ്. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ 2 വശം അടിച്ചു, ക്രോച്ച് 2 ഭാഗം ക്രോച്ച് ഭാഗം അടിച്ചു. ഇനി നമ്മളിത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ രണ്ട് ക്രോച്ചും ഒരുമിച്ച്. മറ്റേത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ക്രോച്ചുകൾ രണ്ട് വശത്തായിട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ 2 ക്രോച്ചും ഒരുമിച്ച് അടിച്ചപ്പോൾ ഇങ്ങനെ വന്നു.
ഇനി നമുക്ക് എന്ത് വേണമെന്നാ, ഇത് നമ്മളിനി അരവണ്ണത്തിന് നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക. പറ്റുന്നോല് ബുദ്ധിമുട്ടുള്ളവർ ഈ 1/4 ഇഞ്ച് ആദ്യം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇത് ആദ്യം ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നമുക്ക് വള്ളി വെക്കണമെങ്കിൽ കുറച്ച് വലുപ്പമാണല്ലോ. ഇനി ഇലാസ്റ്റിക് വെക്കണവർക്ക് ഇലാസ്റ്റിക്കും വെക്കട്ടോ. ഞാൻ വള്ളി വെക്കാൻ നമ്മൾ ഈ അടാൾ ഇട്ടക്കണമല്ലോ, അപ്പോൾ 1/4 ഇഞ്ച് ഇവിടെ എടുത്ത് പിന്നെ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഒക്കെ ആയിക്കോട്ടെ, എന്നെങ്കിൽ തുടക്കക്കാർക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി മടക്കി നമ്മൾ ആദ്യം അടയാളിട്ട് വെച്ച അവിടേക്ക് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇത് ഒന്നായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചു കൊടുക്കട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വള്ളി വെക്കാനുള്ള അരഭാഗം മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ഇത് രണ്ടും ഈ ക്രോച്ച് ഭാഗങ്ങൾ രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഇവിടുന്ന് ഒരു കാലിൻ്റെ അതിന് മുന്നേ നമുക്ക് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കട്ടോ. ഇവിടെ സ്റ്റിച്ച് ആദ്യം ഇട്ട് കൊടുത്താൽ നമുക്ക് ക്രോച്ച് ഭാഗം നീങ്ങി പോകില്ല. മറ്റേത് നമ്മൾ പിന്നെ അടി മടക്കി തയ്ക്കുമ്പോൾ തന്നെ ക്രോച്ച് ഭാഗം നീങ്ങിപ്പോകും. അപ്പോൾ അതിന് നമ്മൾ ക്രോച്ചിലൊന്ന് ഈ അടിഭാഗത്ത് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കാലിൻ്റെ അടിഭാഗം മടക്കിയെടുക്കുക. നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്ക് ആദ്യം ചെറിയൊരു മടക്കുക. എന്നിട്ട് എത്ര വീതി വേണ്ടത് വെച്ചെങ്കിൽ നമ്മളെ അളവിനനുസരിച്ച് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ 2 കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചു കേട്ടോ. ഇനി എന്താണെന്നാ നമുക്കിതിൻ്റെ ഈ കാലിന് 2 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. 2 നടുവിലൊന്നും തലക്കലൊന്നായിട്ട് അങ്ങനെ 3 സ്റ്റിച്ച്, മൊത്തത്തിൽ 3 സ്റ്റിച്ചാക്കുക. എന്നാൽ ഒരു അടിക്കൊരു വില ഉണ്ടായിക്കോളും. നടുക്കൂടെ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നടുക്കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തു. ഇനി തലക്കൂടി ഒന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 കാലിൻ്റെയും പിന്നെ അടിഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഞാൻ ഒന്ന് കട്ടിയിട്ട് ഒന്ന് കട്ടി വേണമെന്നുള്ളവർക്ക് ചിലവർക്ക് ഇത് വെച്ചാലും മതി, ക്യാൻവാസ് വെച്ചാലും മതി കേട്ടോ. ഞാനതൊന്നും വെച്ചിട്ട് ഞാൻ ചെറിയൊരു കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ 3 സ്റ്റിച്ചാക്കിട്ടോ. ഒരു സ്റ്റിച്ച് നടുവിൽ സ്റ്റിച്ച് തലക്കൽ സ്റ്റിച്ച് അങ്ങനെ 2 കാലും അങ്ങനെ അടിച്ചു. ഇനി നമ്മൾ ഈ ഇവിടെ നിന്ന് ഒന്നാമത്തെ കാലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അടിച്ച് പോവുക, അടിയിലേക്ക് പോവുക കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചാൽ മതി. ഇതാ നമ്മൾ ഒരു കാലിൻ്റെ അടിഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് ഒഴിച്ചിട്ടുകാണ്ട് സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പം അങ്ങനെ ഈ സീറ്റിംഗ് റൗണ്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നമ്മൾ സൂചി കുത്തിയതിന് ശേഷം ഒന്നിങ്ങനെ തിരിച്ചെടുക്കട്ടോ. അത് ഒറ്റയടിക്ക് വളച്ചാൽ അത് സ്റ്റിച്ചുകളെ പൊട്ടുള്ളൂ കേട്ടോ.
അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതുകൊണ്ട് ഈ ഭാഗം നമുക്ക് മാറിപ്പോകില്ല. എനിക്കിത് ഈ ഭാഗം മാറിപ്പോയാൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകും. അതിനാണ് നമ്മൾ ആദ്യം ഇവിടെ ചെറിയ സ്റ്റിച്ച് കൊടുത്തത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് മറിച്ചിട്ട് കാണിക്കാം. പെട്ടെന്നുണ്ട് കണ്ട. നമുക്ക് ഇനി ഇവിടെ അലാസ്റ്റിക് വെച്ച് ബുദ്ധിമുട്ടും വേണ്ട. അതിൽ കയറിട്ടാൽ പാകത്തിന് നമ്മളെ അരവണ്ണം പാകത്തിനനുസരിച്ച് നല്ല അയവിലിടുകയും ചെയ്യുക അരവണ്ണം. പിന്നെ ഇവിടെ കെട്ടാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുത്തതുകൊണ്ട് പറ്റതിനൊപ്പം തന്നെ ആയാൽ നമുക്ക് ഇവിടെ ഇടുമ്പോൾ ഒരു കയറ് കെട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതിങ്ങനെ കുറച്ചൊരു ഓപ്പൺ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. ഞാൻ ഇതിൽ വള്ളി വെക്കുന്നത് ഞാൻ കാണിക്കണില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് എഴുതിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വിചാരിച്ചു വള്ളി വെച്ച് ഇതിലെ ഒരു സേഫ്റ്റി പിന്നു കൊണ്ട് ഇട്ടുകാണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കണത് എല്ലാവർക്കും അറിയുന്നു കരുതുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.